ഒന്നുമല്ല ഇത് ചിക്കൻ എന്നല്ല പറയുന്നത്. ഞാൻ പറയുന്നത് ഇതിന് സാലന ഒരു രക്ഷ കടിച്ച് ചാഞ്ചോ പേരുണ്ടോ നേച്ചുറലായിട്ട് ഫുള്ള്. അപ്പോൾ നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് ചിക്കൻ ചിന്താമണിയാണ്. ചിക്കൻ ചിന്താമണിയാണെങ്കിൽ നമ്മൾ ചിക്കൻ വെച്ചല്ല ട്രൈ ചെയ്യാൻ പോകുന്നത്. നല്ല അസൽ കാടൊക്കെ വെച്ചിട്ടാണ്, നല്ല നാടൻ കാടൊക്കെ വെച്ചിട്ട്. അപ്പോൾ നമ്മളിന്ന് കുക്ക് ചെയ്യാൻ പോകുന്ന സ്പോട്ട് എന്ന് വെച്ചാൽ വെറൈറ്റി സ്പോട്ടാണ്. നിങ്ങൾ ആരും കാണില്ല. ആ സൈഡിൽ കടലും ഈ സൈഡിൽ പുഴയും നടുവിൽ വയലായിട്ടുള്ള വെറൈറ്റി സ്പോട്ടാണ്. അപ്പോൾ അത് മാത്രമല്ല, നമുക്കൊരു വെറൈറ്റി ഒരു വണ്ടി കൂടി നിങ്ങളെ പരിചയപ്പെടുത്താറുണ്ട്. അതുകൂടി നമ്മൾ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തതാണ്. കാലം പോയ യുഗത്തിൽ നമ്മുടെ ഈ വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല, കുറച്ചുകൂടി വർക്കെല്ലാം ബാക്കിയുണ്ട്. നമ്മൾ തൽക്കാലം വീഡിയോയിലൊന്ന് വണ്ടി ഒന്ന് കാണിക്കുക എന്ന രീതിയിൽ ഒന്ന് കാണിച്ചാണ്. ഒരു അർബാനി സെറ്റപ്പിലാണ് നമ്മൾ ഇറക്കുന്നത്. 17 സീറ്റ് വണ്ടിയിൽ 12 സീറ്റ് കയറ്റി. ഇനി ഒരുപാട് വണ്ടീൻ്റെ വീഡിയോ, കുക്കിംഗ് വീഡിയോ നമ്മളിൽ വരാനുണ്ട്. ചാണകത്തിൽ ചവിട്ടിക്കതാ ഇവിടെ തന്നെ പോയിട്ട് ആടത്തെ പറന്ന് ജീൻ ചട്ടി നോക്കുന്നുണ്ട്. അല്ല അവിടെ ആടാ വയല് വരുന്നുണ്ടോ? കടിച്ച് ചാഞ്ചോ പേരുണ്ടോ? ഉണ്ട് ആ ചോട്ടന്ന് ഉണ്ട്. ഡ്രൈവിംഗ് കോഴ്സാണ് ഇത്. വേറെ ആളെ കയറുന്നത് ഒറ്റ ആളെ കയറുന്നതാണ്. ആവശ്യത്തിന് വറ്റൽമുളക് പൊടി കളഞ്ഞ് വെച്ചത് അതിലേക്ക് ചേർക്കാം. ആവശ്യത്തിനുണ്ട്. ഇനി കുറച്ച് ചെറിയ ഉള്ളിയും കൂടിയും ചേർക്കാം. അറിയാം, എൻ്റെ മുഖം കാണിഞ്ഞ് അതാ കാണിക്കുന്നത്. ചെറിയ ഉള്ളി ചേർക്കടാ. വെളുത്തുള്ളി പറഞ്ഞോ. അതിനൊപ്പം കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചി ചെറുതായിട്ട് നുറുക്കി വെച്ചാണ്. ചതക്കനുള്ളൊക്കെ ചതയ്ക്കാം. ഇനി നടക്കുന്നില്ല അത് ഇത് കരിഞ്ഞ് ഇനി ഒന്ന് നല്ല രീതിയിൽ ഇളക്കാം. ആൾക്കതൊന്നും ഗ്യാസെല്ലാം കൊണ്ട് തീ വറയ്ക്കാനാവില്ല. ആവശ്യത്തിന് മഞ്ഞപ്പൊടി ചെയ്തിട്ടുണ്ട്. വെള്ളം നമുക്ക് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. 6 മീറ്ററിനെക്കാട്ടും വേവ് കൂടുതലാണ് കാടയ്ക്ക്. അതുകൊണ്ട് കുറച്ച് വെള്ളം അധികം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൽ കിടന്ന് നല്ലോണം ഒന്ന് വേവട്ടെ. ഓക്കെ, കാട നല്ല രീതിയിൽ ഇപ്പോൾ വെന്ത് റെഡിയായി വരുന്നുണ്ട്. നമ്മൾ വേറെ എസൻസ് ഒന്നും ചേർക്കുന്നില്ല. ഉപ്പിൻ്റെ ഉള്ളൂ. ഇനി മല്ലിച്ചപ്പിലെ ചേട്ടല്ലേ? മതിയോ?
എനിക്ക് ലാസ്റ്റ് നോക്കാം കുറച്ച് ഫൈനൽ കുറച്ച് മല്ലിച്ചപ്പ് അതിൽ ചേർത്ത് കൊടുക്കാം. ഓല ഇതാ ഞാൻ ഈച്ച് വെക്കും. ചിക്കൻ ചിന്താമണി കാടൻ വെച്ച് ഉണ്ടാക്കിയത് പിന്നെ സവിത്തും പിന്നെ ജിനവും പിന്നെ മനു ഒക്കെ കൂടി ഇതിൻ്റെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ബാക്കിയുള്ള അഭിപ്രായം പറയാം നമുക്ക്. അടിപൊളി സാധനം, അടിപൊളി സാധനം, അടിപൊളി സാധനം. നിങ്ങൾ പറഞ്ഞതിരിക്കും നമ്മളൊന്ന് ഞാൻ ഒന്നുമല്ല ഇതിന് ചിക്കൻ എന്നല്ല പറയുന്നത്. ഞാൻ പറയുന്നത് ഇതിന് സാലന ഒരു രക്ഷയില്ല. ഗ്രേവി അടിപൊളി അല്ലേ? ഇനി അടുത്ത പ്രാവശ്യം ഉണ്ടാക്കാൻ പോകുന്നത് അടുത്ത പ്രാവശ്യം ഉണ്ടാക്കാം ചേട്ടാ. ഒരു വെറൈറ്റി ആയിട്ട് ഇതുപോലെ തന്നെ. ഇതിന്റെ പ്രത്യേകത വെച്ചാൽ ഒരു പാക്കറ്റ് പൊടി ഒന്നുമില്ല, നാച്ചുറലായി സാർ ഫുള്ള്. തുടങ്ങിയ വീടിനെ കൊണ്ട് വെള്ളം എടുത്തില്ല, കുറച്ച് കഞ്ഞി വെള്ളം കൊണ്ടുവന്നേ. അപ്പോൾ നാച്ചുറൽ, ഫുൾ നാച്ചുറൽ സാധനം. നല്ല കഞ്ഞി വെള്ളം ഒക്കെ കൂട്ടിയിട്ട് വെക്കാം. ആ പെരിയ തന്നെ ടേസ്റ്റ് നല്ല കിട്ടുന്നുണ്ട്. ചാറ് നല്ല ടേസ്റ്റ് അല്ലേ? ഇനിവട്ടെ പിന്നെ പച്ചക്കറി. അപ്പോൾ നമ്മൾ തമിഴ്നാട് ഒരു വീഡിയോ ഒന്ന് കാണാൻ ഈ ചിക്കൻ ചിന്താമണി എന്നുള്ളൊരു തോട്ട് വന്നേ. അപ്പോൾ നമ്മൾ വിചാരിച്ചൊന്ന് പരീക്ഷ നോക്കാം, ചിക്കൻ മാറ്റിയൊന്ന് കാട പിടിച്ച് നോക്കാം. സംഭവം എന്തായാലും ക്ലിക്കായി, അടിപൊളി സാധനം. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, എൻ്റെ അഭിപ്രായം പറയും. അഭിപ്രായം പറ, എങ്ങനെയുണ്ട് നമ്മൾ ഫസ്റ്റ് പരീക്ഷണം? എല്ലാവരും എണീച്ച് പോയി, കാരണം വെച്ചാൽ അവർക്ക് വയറ് നിറഞ്ഞ് സംതൃപ്തിയായിട്ട് പോയതാണ്. ഞാൻ ഇദ്ദേഹത്തെ ലാസ്റ്റ്, കാരണം ഇതിൻ്റെ സ്പൈസി എന്ന് പറഞ്ഞാൽ അത്യുഗ്രൻ, സൂപ്പർ. ഇത് എവിടെയും വെച്ചിട്ട് നമുക്ക് പരീക്ഷിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഐറ്റമാണ് ഇത് സാധനം. ഇതാ ഞാനിപ്പോൾ എണീറ്റിട്ടില്ല, കഴിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ചിക്കൻ ചിന്താമണി കാടക്കോഴി വെച്ച് തന്നെ ഇത് ട്രൈ ചെയ്യണം. അതിൻ്റെ ഒരു സ്പെഷ്യൽ ടേസ്റ്റ്, അതിൻ്റെ ഒരു നാച്ചുറൽ ടേസ്റ്റ് എന്നാലേ കിട്ടും അല്ലേ?